السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്ത് അതിനെ സംബന്ധിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. ആദ്യമായി, ആരുടെ മേലൊക്കെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? റമദാൻ അവസാന സമയത്തും ശവ്വാൽ തുടക്ക സമയത്തും ജീവിച്ചിരിപ്പുള്ളവരുടെ മേലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. റമദാൻ അവസാന സമയത്തും ശവ്വാൽ തുടക്ക സമയത്തും ജീവിച്ചിരിപ്പുള്ളവരുടെ മേലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. അതായത് പെരുന്നാളിന്റെ തലേ രാത്രിയിലെ മഗ്‌രിബിന്റെ തൊട്ടു മുമ്പും ശേഷവുമുള്ള സെക്കൻഡുകളിൽ ജീവിച്ചിരിപ്പുള്ളവരുടെ മേൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ റമളാനിലെ അവസാന മഗ്‌രിബിന് മുമ്പ് മരിച്ചവരുടെ മേലിലും ആ മഗ്‌രിബിന് ശേഷം ജനിച്ച കുഞ്ഞിന്റെ മേലിലും ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. കാരണം അവർ റമളാൻ അവസാന ശവ്വാൽ ആഗമന നിമിഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇനി ആരുടെ മേലാണ് ഫിത്ർ സക്കാത്ത് ബാധ്യതയാവുന്നത്? പെരുന്നാൾ ദിനത്തെ ഭക്ഷണ, വസ്ത്ര, പാർപ്പിട സൗകര്യങ്ങളൊക്കെ കഴിച്ച് വല്ല ധനവും ബാക്കിയുള്ളവർ തന്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥരാണ്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സാൾ, അതായത് 4 മുദ്ദാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ഒരു മുദ്ദ് 800 മില്ലി ലിറ്ററാണ്. അതെത്ര കിലോ ആയിരിക്കും? കിലോ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അരിയുടെ ഘനവും ഉണക്കും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഒരു മുദ്ദാകുന്ന 800 മില്ലി ലിറ്റർ അതിലെ തൂക്കവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല ഉണങ്ങിയ അരിയാണെങ്കിൽ തൂക്കം കുറച്ച് കുറയും. നല്ല ഘനവും കൂടുതലുണ്ട്, അതേപോലെ തന്നെ ഉണങ്ങിയിട്ടില്ല നല്ല പച്ചയായ അരിയാണെങ്കിൽ തൂക്കം അതിനനുസരിച്ച് വളരെ കൂടും ചെയ്യും. ഒരു സുഹൃത്ത് പല അരികൾ അളന്നു നോക്കിയപ്പോ അതിന്റെ കൂട്ടത്തിൽ വെള്ളക്കുറുവ എന്ന അരി 3 കിലോയാണ് ഉണ്ടായത്. ഒരു സ്വാവ് 3 കിലോ ആണ് ഉണ്ടായത്. ഞാൻ തന്നെ ആനന്ദ് ഒറിജിനൽ എന്ന അരി, നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന അരി, അത് അളന്നു നോക്കിയപ്പോൾ ഒരു സ്വാവ് 4 മുദ്ദ് എത്രയാണ് ഉണ്ടായത്? 2990. അത്രയാണ്, ആ കിലോയാണ് ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടപ്പെടാത്തതായി വരും. അതുകൊണ്ട് തന്നെ കഴിവുള്ളവരൊക്കെ ഒരാളെ പേരിൽ ഒരു 3 കിലോ കൊടുത്താൽ ഏതായാലും ഫിത്ർ സക്കാത്ത് വീട്ടി എന്ന് നമുക്ക് സമാധാനിക്കാമല്ലോ. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നമ്മൾ കുറ്റക്കാരനാകണ്ടല്ലോ. അതുകൊണ്ട് കഴിവതും ഒരു 3 കിലോ കൊടുക്കാം. ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്നത്? അതിനെപ്പറ്റി പറയാം. ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്ന സമയം എന്നുള്ളത് റമളാൻ അവസാന ശവ്വാൽ ആഗമന സമയം മുതലാണ്. റമളാൻ സ്റ്റോപ്പ് ആകുന്ന, ശവ്വാൽ തുടങ്ങുന്ന ആദ്യ ആ സമയം മുതലാണ്. പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം വരെ, അതായത് മഗ്‌രിബ് ബാങ്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയം വരെ, അതായത് മഗ്‌രിബ് ബാങ്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തെയും തൊട്ട് ബന്ധിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തെയും തൊട്ട് ബന്ധിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് ഫിത്ർ സക്കാത്തിനെ പിന്തിച്ചു കൊടുക്കൽ കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ കൊടുക്കലാണ് സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിനേക്കാളും മുമ്പേ കൊടുക്കലാണ് സുന്നത്ത്. എന്നാൽ തന്നെ
പെരുന്നാൾ നിസ്കാരത്തെയും കഴിഞ്ഞു കൊടുക്കൽ സുന്നത്താവുന്ന ഒരു ഘട്ടമുണ്ട്. നിസ്കാരവും കഴിഞ്ഞു കൊടുക്കൽ സുന്നത്താകുന്ന ഒരു ഘട്ടം. അതെപ്പോഴാ? അതായത് തന്നെ പെരുന്നാൾ ദിവസത്തിന് കഴിയുന്നതിന് മുമ്പായിരിക്കണം. അവകാശികളായ അയൽവാസി, കുടുംബക്കാർ, വളരെ അത്യാവശ്യക്കാർ എന്നിവർക്ക് കൊടുക്കാനായി പെരുന്നാൾ നിസ്കാരത്തെയും തൊട്ട് പിന്തിപ്പിക്കൽ സുന്നത്താണ്. എന്നാൽ പെരുന്നാൾ ദിനത്തെ സൂര്യാസ്തമയം കഴിഞ്ഞ് വൈകിപ്പിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. പെരുന്നാൾ ദിവസത്തെ മഗ്രിബ് ബാങ്ക് കഴിഞ്ഞും കൊടുക്കാതിരിക്കൽ ഹറാമാണ്. അതായത് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ കൊടുത്തു വിട്ടണം. നമ്മുടെ നാട്ടുകളിൽ നടക്കുന്നൊരു പോരായ്മ കൂടി പറയാം. എൻ്റെ നാട് മധൂറാണ്, കാസർഗോഡിലെ. ബദിയടുക്കത്തുള്ള എൻ്റെ കുടുംബം പെരുന്നാൾ ദിവസം കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ വരിക. പെരുന്നാൾ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ വരിക. അവർക്ക് കൊടുക്കാനായി ഫിത്ർ സക്കാത്തിന്റെ അരി എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ വെച്ച് അവർ വന്നാൽ കൊടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. അപ്രകാരം ശവ്വാൽ 2 അവർ വന്നു, അയൽവാസികൾ എടുത്തു കൊടുത്തു. ഇതുകൊണ്ട് പെരുന്നാൾ ദിവസം കഴിഞ്ഞു കൊടുത്തു എന്ന ഹറാമിന്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ ഒഴിവാകില്ല. ഇനി ആ കുടുംബത്തിന് അരി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും അരി സ്വതക്കയായി കൊടുത്തോളൂ. അവകാശികൾ നാട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും പെരുന്നാൾ ദിനത്തെ സൂര്യാസ്തമയത്തിനു മുമ്പായി തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ നാം കുറ്റക്കാരനാകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? അതിനെപ്പറ്റി പറയാം. റമദാൻ അവസാന, ശവ്വാൽ തുടക്ക സമയത്ത് നാം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അപ്പോൾ പെരുന്നാളിന്റെ തലേ രാത്രി മഗ്രിബിന് നാം കാസർഗോഡ് ടൗണിലായിരുന്നുവെങ്കിൽ, അതായത് റമദാൻ അവസാനത്തെ സമയവും ശവ്വാലിന്റെ തുടക്ക സമയം, അതാണല്ലോ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിരിക്കുന്ന സമയം. ആ സമയം നമ്മളുള്ളത്, ഞാൻ ഉണ്ടായിരുന്നത് കാസർഗോഡ് ടൗണിലായിരുന്നുവെങ്കിൽ അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒന്നുകൂടി പറയട്ടെ, റമദാൻ അവസാന, ശവ്വാൽ ആഗമന സമയത്ത് എവിടെയാണോ ഉണ്ടായത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ കൊടുക്കണം, ആ നാട്ടിലാണ് കൊടുക്കേണ്ടത്. ആ നാട്ടുകാർക്ക്